പ്രേംലാലേട്ടാ, കമൽഹാസൻ രാജ്യസഭാ അംഗമാകുന്നു. എന്താണ് പെട്ടെന്ന് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയാണോ അതോ മറ്റാരെങ്കിലും നോമിനേറ്റ് ചെയ്താണോ? എന്താണ് സംഭവം? 2-3 കാര്യങ്ങളുണ്ട്. കമൽഹാസന്റെ മഴയായതുകൊണ്ട് ക്ഷമിക്കും. കമൽഹാസന്റെ ഏറ്റവും പുതിയൊരു സിനിമ തിയേറ്ററിൽ വന്നിരുന്നു, തഗ് ലൈഫ്. കണ്ടിരുന്നോ? കണ്ടില്ല, അഭിപ്രായങ്ങൾ കേട്ടായിരുന്നു. കാണാൻ പറ്റില്ല, അതിനു മുമ്പ് അത് വാരി കെട്ടിപ്പോയി. അത്രയ്ക്ക് മികച്ച സിനിമയായിരുന്നു. അത് ഡയറക്റ്റ് ചെയ്ത മണിരത്നമാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലിയായ സംവിധായകൻ ഡയറക്റ്റ് ചെയ്തൊരു പടമാണ് മണിരത്നം. അതുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു പ്രേക്ഷകരോട്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് വരാൻ സാധിച്ചില്ല, അടുത്ത തവണ പരിഹരിക്കാം, മാപ്പാക്കണം എന്ന് പറയുന്നത്. പക്ഷെ ആ സിനിമയോടുകൂടി കമൽഹാസൻ ഒരു വിളിപ്പേര് വന്നു. പണ്ട് ഉലകനായകനായിരുന്നു, ഇപ്പോൾ വിൺവിളി നായകനായി. വിൺവിളി നായകൻ അങ്ങനെയാണ്. പക്ഷെ ട്രോളാണ് കേട്ടോ ഈ വിൺവിളി നായകൻ. കാര്യം നമ്മുടെ മറവത്തൂർ കനവിലെ നമ്മുടെ നെടുമുടി വേണുവിനെയും ഈ കമൽഹാസനെയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് വിൺവിളി നായകൻ ട്രോള് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചത്. അയാളുടെ സിനിമാ ജീവിതം ഏതാണ്ട് അവസാനിച്ചു. ഈ പല്ലുകൊഴിഞ്ഞ സിംഹത്തിൻ്റെ അവസ്ഥയിലാണ്. സിംഹമായിരുന്നു ഒരു കാലത്ത്, ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ നടന്മാരിൽ ഒരാളായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ ഇവരാണ് ഈ അഭിനയശേഷി കൊണ്ട് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട 3 നടന്മാരാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ഈ ഫാൻസി ഡ്രസ് സിനിമകൾ ധാരാളമായി ചെയ്യാൻ തുടങ്ങി. ഉദാഹരണമായി പറഞ്ഞ ദശാവതാരം പോലുള്ള സിനിമകൾ, ഫാൻസി ഡ്രസ്, പിന്നെ ആളവന്താനെന്നും പറഞ്ഞു. അതായത് കഥയോ തിരക്കഥയോ ഒന്നും നോക്കില്ല, ചുമ്മാ വേഷം കെട്ടുക. അതായത് വ്യത്യസ്ത വേഷങ്ങൾ അവതരിപ്പിച്ചാൽ എന്തോ വലിയ സംഗതിയാകും. അത് മിക്ക പടങ്ങളും ഇദ്ദേഹം തന്നെ തിരക്കഥയോ സംവിധാനമോ ഒക്കെ ചെയ്തു. അങ്ങനെ ചില വമ്പം പാളിച്ചകളൊക്കെ പറ്റി. പക്ഷേ ഇടക്ക് ചില നല്ല സിനിമകളൊക്കെ വന്നു. ഈ ഏറ്റവും അവസാനം വന്ന അദ്ദേഹത്തിൻ്റെ ഹിറ്റ് വിക്രം എന്ന് പറയുന്നൊരു സിനിമയാണ്. പക്ഷെ അത് കമൽഹാസൻ്റെ പടമായിട്ടല്ല, അത് സംവിധായകൻ്റെ പടമായിട്ടാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ തിരക്കഥയുടെയും സംവിധാനത്തിൻ്റെയും മികവാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കമൽഹാസൻ്റെ സിനിമാ ജീവിതം ഏതാണ്ട് ഫുൾ സ്റ്റോപ്പിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. പക്ഷെ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇപ്പോഴും വ്യത്യസ്തത കൊണ്ട് എപ്പോഴും ഈ പ്രായത്തിലും പിടിച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് ഇൻഡസ്ട്രി ഹിറ്റുകൾ ഉണ്ടാകുന്നു. കമൽഹാസനെ സംബന്ധിച്ച് ഇത്തിരി മോശമാണ് സ്ഥിതി. അപ്പോഴാണ് പുള്ളിക്കാരൻ എങ്കിൽ പിന്നെ കരിയർ മോശമായാൽ രാഷ്ട്രീയത്തിലൊന്ന് പയറ്റിക്കളയാം. അങ്ങനെ മക്കൾ നീതി മയ്യം എന്നും പറഞ്ഞൊരു പാർട്ടി അനൗൺസ് ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ 2017 ഈ പാർട്ടി പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഏകദേശം ഇപ്പോൾ ഒരു 7-8 വർഷമാകുന്നു പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം. കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം തമിഴ്നാട് ഭരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ തമിഴ്നാട്ടിൽ ഈ സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പഞ്ഞമൊന്നും ഇല്ല കേട്ടോ. കമൽഹാസൻ പാർട്ടി ഉണ്ടാക്കി, അതിനു മുമ്പ് വിജയകാന്ത് പാർട്ടി ഉണ്ടാക്കി. ശരത് കുമാറിനെ അറിയാവോ? നമ്മുടെ മലയാളത്തിലെ അത് തന്നെ. ശരത് കുമാറിനും ഇതേപോലെ രാഷ്ട്രീയ അഭിനിവേശം ഉണ്ടായിരുന്നു. ഖുശ്ബു, നെപ്പോളിയൻ, ഇങ്ങനെ ഒരുപാട് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ അവരുടെ അവസരം പയറ്റി നോക്കിയവരാണ്. എന്നാൽ ആർക്കും ജയലളിതയാകാനോ MGR ആകാനോ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം അന്നത്തെ ചിന്തയല്ല അവിടെയുള്ള തമിഴ് മക്കളുടെ, അതായത് അന്ധമായ താരാരാധന ഇല്ലാത്തവരായിട്ട് അവർ മാറി, രാഷ്ട്രീയ ബോധമുള്ളവരായി മാറി. അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ DMK, AIDMK എന്ന 2 ചേരികളിലായി രാഷ്ട്രീയം ഒതുങ്ങി. ഇപ്പം ജയലളിതയുടെ മരണത്തോടുകൂടി AIDMK അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ 2017 മക്കൾ നീതിമയ്യം തുടങ്ങിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നു. ഒരു ടോർച്ചാണ് ചിഹ്നം. ഈ ടോർച്ചും തെളിച്ചുകൊണ്ട് പ്രചരണങ്ങൾ നടത്തുന്നു. പക്ഷേ നല്ല ആശയമാണ് കേട്ടോ. അദ്ദേഹം അഴിമതിരഹിത ഭരണത്തിന് വേണ്ടി വാദിക്കുന്നയാളാണ്. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീകളുടെ ഉന്നമനം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതേപോലെ BJPയെ കണ്ണടച്ച് വിമർശിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സിനിമാ താരങ്ങളിൽ ഒരാളാണ്, രാഷ്ട്രീയ നേതാവിൽ ഒരാളാണ് കമൽഹാസൻ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ നിരന്തരമായി, അതായത് ഈ 2017 ആ പാർട്ടി പ്രഖ്യാപിച്ച് ഇത്രയും കാലം പ്രവർത്തനം നടത്തുമ്പോൾ ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടാകണമല്ലോ. എന്ത് നേട്ടം ഉണ്ടായി? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളി ആഞ്ഞങ്ങ് പിടിച്ചു. വമ്പൻ മുന്നേറ്റം ഉണ്ടായി. മൊത്തം പോൾ ചെയ്തതിൻ്റെ 4% വോട്ട് കിട്ടി. അപ്പോൾ അതാണ് ആ പാർട്ടിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതേപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളിക്കാരൻ ഒരുവിധപ്പെട്ട എല്ലാ സീറ്റുകളിലും മത്സരിച്ചു. ഒരു മുന്നണിയുമായിട്ട് വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു, മത്സരിച്ചു. പക്ഷേ നമ്മുടെ കോയമ്പത്തൂരിലെ സൗത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ കമൽഹാസൻ നല്ലൊരു പ്രകടനം, അദ്ദേഹം തന്നെയാണ് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നത്.
പക്ഷേ BJP സ്ഥാനാർത്ഥി, അവരുടെ പേര് വാനതി ശ്രീനിവാസൻ, ഇവരോട് തോറ്റുപോയി, ചെറിയ മാർജിനിൽ തോറ്റുപോയി. അപ്പോൾ ഒരു MLA സീറ്റ് പോലും കമൽഹാസന് കിട്ടിയില്ല. അതിനുശേഷം DMK ആയിട്ട്, ഇപ്പോൾ അവിടെ ഭരിക്കുന്ന DMK ആണ്, സ്റ്റാലിൻ്റെ പാർട്ടി. സ്റ്റാലിൻ, ദയാനിധി സ്റ്റാലിൻ അല്ല, ഉദയനിധി സ്റ്റാലിൻ സ്വന്തം മകൻ, അയാൾ സിനിമാ താരമാണ്. അതെ, കണ്ട് സഹിക്കാൻ പറ്റാത്ത അഭിനയമാണ്. അതെ, അപ്പൊ അമ്മാതിരി അഭിനയ പ്രതിഭ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയല്ലേ. അതെ അതെ അതെ. അതായത് സ്റ്റാലിൻ കഴിഞ്ഞാൽ, അതായത് ഞാൻ അപ്പന്റെ പെങ്ങള് സുഭദ്ര, അതാണല്ലോ ലൈൻ. അപ്പോ സ്റ്റാലിൻ കഴിഞ്ഞാൽ അടുത്ത ആള് അല്ല, ഇതാണ് ഉദയനിധിയാണ്. അപ്പോൾ DMK ആയിട്ട് സഖ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് കമൽഹാസന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് ചിന്തിക്കേണ്ടതില്ല. പക്ഷെ ചുളുവിൽ ഒരു രാജ്യസഭാ സീറ്റ് കിട്ടി. ഈ 2017 രൂപീകൃതമായ ഈ മക്കൾ നീതി മയ്യത്തിന് കിട്ടുന്ന ആദ്യ ഒരു സ്ഥാനമാനമാണിത്. അല്ലാണ്ട് കാര്യമായ നിയമസഭയിലോ രാജ്യസഭയിലോ ലോക്സഭയിലോ ഒന്നും കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ സീറ്റാണ്. ഏതായാലും എനിക്ക് കിട്ടിയൊരു അവസരം ജനങ്ങൾക്ക് വേണ്ടി പരമാവധി ശ്രമിക്കും. ഈ ഒരു അവസരം കിട്ടിയതിന് എല്ലാവരോടും നന്ദി പറയുന്നു. അതല്ലേ ഞാൻ പറഞ്ഞ DMKയുടെ നോമിനി ആയിട്ടാണ്. DMK ആണല്ലോ ഇപ്പൊ തമിഴ്നാട് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു രാജ്യസഭാംഗത്തിനെ സൃഷ്ടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ എന്നെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ ഉത്തരവാദിത്വം നിറവേറ്റും എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ട് കമൽഹാസനെ, അതായത് ഈ പല്ലുകൊഴിഞ്ഞ സിംഹം എന്നാണല്ലോ, ഒരു പല്ലുകൊഴിഞ്ഞ സിംഹത്തെ എന്തുകൊണ്ട് DMK കൂടെ കൂട്ടുന്നെന്ന് പറഞ്ഞാൽ, അവരൊരു സടകൊഴിഞ്ഞ സിംഹത്തെ പേടിക്കുന്നുണ്ട്. വിജയ് ഏതാണ്ട് സടകൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന പീരീഡിലോട്ട് അടുക്കുകയാണ്. പക്ഷേ കമൽഹാസനെ പോലെ അല്ല അദ്ദേഹം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാനിനി സിനിമയിലേക്കില്ല, ഇതെൻ്റെ അവസാന പടം. ഇപ്പം ഒരു സിനിമ വരുന്നുണ്ട്, ആ സിനിമയ്ക്ക് ശേഷം വിജയ് ഇനി സിനിമാ നടനായിട്ടുണ്ടാവില്ല, പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിജയുടെ TVK അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. തമിഴ് വെട്രിക്കഴകം. അപ്പോൾ ഈ TVK DMKക്ക് കടുത്ത വെല്ലുവിളിയാണ്. അപ്പോൾ വിജയിയെ നേരിടാൻ കമൽഹാസൻ കൂടെ ഇരിക്കട്ടെ. അതായത് കേരളത്തിൽ ഇരിക്കുന്ന ഫാൻസ് അസോസിയേഷൻകാരും അല്ലെങ്കിൽ ഈ എന്താ പറയുക, സിനിമ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ ലൈക്ക് അടിക്കുന്നവരും മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഭാഗതയെ നിർണ്ണയിക്കുക. എന്നാണ് ഞങ്ങളെ വിജയാണ് ജയിക്കും. ജയിച്ചാൽ മതിയായിരുന്നു. അവസാനം ഇറങ്ങിയ സിനിമകൾ പോലും വിജയിക്കുന്നില്ല. അപ്പോഴാണ് സിനിമ ഞങ്ങൾക്ക് ഒരു വിഷയമല്ല, രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വേറെ ലെവലാ. അല്ല, അവിടെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല, ജനങ്ങൾ അങ്ങനെ രക്ഷിക്കണം. പുള്ളിക്കായിട്ട് രക്ഷിക്കാനൊക്കെ ഇല്ല. ജനങ്ങൾ രക്ഷിച്ചാൽ വിജയ് രക്ഷപ്പെടും. പെട്ടു. ഏതായാലും ഇപ്പോൾ കമൽഹാസനെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഇതിനോടകം ഔദ്യോഗികമായി 2 ഭാര്യമാരും അനൗദ്യോഗികമായിട്ട് 1 ഭാര്യ ഉണ്ടായിരുന്നു. അത്തരം പല നടികളുമായി ബന്ധപ്പെട്ട് ഗോസിപ്പ് കഥകൾ കുറേയൊക്കെ വാസ്തവമാണെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരാളാണ്. പക്ഷെ ഇദ്ദേഹം അവതരിപ്പിച്ച ഒരു ആശയം അവിടെ ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK നടപ്പിലാക്കുന്നത് അത് നല്ല പ്രസക്തമായ സാധനം. അതായത് വീട്ടമ്മമാർ, അവർ വീട്ടിൽ ദൈനംദിന തൊഴിലിൽ ഏർപ്പെടുന്നു, അവർ ആർക്കും നമ്മൾ പ്രതിഫലം കൊടുക്കാറില്ല. അപ്പം അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ മാസം കൊടുക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം കമൽഹാസൻ നടത്തിയിരുന്നു. അത് DMK ഏറ്റെടുത്ത് അവരുടെ ഒരു വലിയൊരു പദ്ധതിയായിട്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ കമൽഹാസൻ ഇപ്പോൾ ചെറിയൊരു സംഗതി കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഓസ്കാർ നോമിനേഷൻ വരുമല്ലോ, ആ നോമിനേഷന് വോട്ടിംഗ് ഉണ്ടാവും. ആ വോട്ടിങ്ങിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാൾ കമൽഹാസനാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. ഇന്ത്യൻ എന്നും പറഞ്ഞൊരു സിനിമ വന്നില്ല, അദ്ദേഹത്തിന് 96 മറ്റാണ് ഇന്ത്യൻ ആദ്യ ഭാഗം വന്നത്. അതിന് ദേശീയ അവാർഡൊക്കെ കിട്ടിയതാണ്. അതിൻ്റെ പേര് കളയാൻ വേണ്ടി ഇന്ത്യൻ 2 ഇറക്കി. എൻ്റെ പൊന്നളിയ, അത് എങ്ങനെയൊക്കെയാ പോയാന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഇന്ത്യൻ 3, അതായത് ഇന്ത്യൻ 1ൻ്റെ മുൻഭാഗം എന്ന രീതിയിലാണ് ഇന്ത്യൻ 3 അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെ ആ പരുവത്തിലായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പഴയ സ്വാതന്ത്ര്യ സമരകാല ചരിത്രമൊക്കെ ചിത്രീകരിക്കുന്ന സിനിമയായിരിക്കും ഇന്ത്യൻ 3. അപ്പോൾ അതായിരിക്കും മിക്കവാറും കമൽഹാസൻ്റെ ഒരു പക്ഷേ കരിയറിലെ ഏറ്റവും അവസാനത്തെ സിനിമയാകാൻ ചിലപ്പോൾ സാധ്യത. കാര്യം അതും കൂടി പൊട്ടിയാൽ പിന്നെ തീരുമാനമാകും. പക്ഷേ അതിന് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് പാട്ടും കുറച്ച് സീനും ഒക്കെ എടുക്കാൻ വേണ്ടി കമൽഹാസൻ വീണ്ടും പ്രതിഫലം ചോദിച്ചു.
അപ്പോൾ അവർ പറ്റില്ല എന്ന് പറയാം. കാര്യം ഇന്ത്യൻ 2-ൻ്റെ ക്ഷീണം ഉള്ളതുകൊണ്ട്. പിന്നെ രജനീകാന്ത് ഇടപെട്ടിട്ടാണ് ആ സിനിമ രണ്ടാമത്, അതായത് ഇവർ രണ്ടും പ്രതിഫലം വേണ്ടെന്ന് വെച്ച് അത് ഷൂട്ട് ചെയ്ത് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ 3 ഹിറ്റാവുകയാണെങ്കിൽ, രാഷ്ട്രീയത്തിൽ കമൽഹാസൻ ഹിറ്റാവുകയാണെങ്കിൽ കുറച്ചുകൂടി മൈലേജ് കിട്ടും. ഇല്ലെങ്കിൽ ഇന്ത്യൻ 3 എന്തായിരിക്കും അത് തന്നെയായിരിക്കും കമൽഹാസൻ്റെ കാര്യം.